ഈ കാണുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാവും. ഇതാട്ടോ റോസ്മേരി ലൈവ് പ്ലാന്റ് ആണ്. എനിക്കിതിൻ്റെ ഡ്രൈ ലീവ്സും ഇരിപ്പുണ്ട്. പക്ഷെ എനിക്കിപ്പം ലൈവ് പ്ലാന്റ് കിട്ടിയപ്പോൾ അത് വെച്ച് ഞാൻ കൂടുതൽ എണ്ണ കാച്ചാറുള്ളത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് റോസ്മേരി ലൈവ് പ്ലാന്റ് ആട്ടോ. ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പം അവിടെ നിന്ന് മേടിച്ചതാണ്. ഇതൊരു 2 മാസമായിട്ട് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട്. അപ്പം ചിലരൊക്കെ ഇത് വെച്ചിട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനത് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു സ്മെല്ലിന് ചേഞ്ച് ആവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വന്ന് പിന്നെ എണ്ണ കാച്ചി യൂസ് ചെയ്യാമെന്ന്. പക്ഷെ എനിക്കതുകൊണ്ടൊരു ദോഷം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഒരുപാട് വളരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മുടിക്കൊരു തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത് ഈ 2 മാസം കൊണ്ട്. അപ്പം ഞാനിതെങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഈ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ എഴുതിയിട്ട് സെയിൽസ്ബറിയിൽ നിന്ന് മേടിച്ചത്. ഇത് നമുക്കെല്ലാം സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനത്തെ കൂട്ട് കിട്ടും. 3 പൗണ്ട്സ് 4 പൗണ്ട്സ് ആവുന്നില്ല, അത്രയാണ് റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഓയിലാണ് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് നല്ല എണ്ണയാണ് കേട്ടോ. നല്ല വൈറ്റ് കളറായതുകൊണ്ട് ആദ്യം ഒക്കെ ഞാൻ ഇത് വന്ന കാലം തൊട്ട് ഞാൻ ഈ ഒരു എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പല രീതിയിൽ എണ്ണ കാച്ചും. അതായത് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കറിവേപ്പില നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന അതേപോലെ അത്രയും സാധനങ്ങളില്ലെങ്കിൽ അതുപോലെ എണ്ണ കാച്ചിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ റോസ്മേരി ട്രെൻഡിങ് ആയി കഴിഞ്ഞപ്പം ഞാൻ അതിലേക്കൊന്ന് തിരിഞ്ഞതാണ്. കുഴപ്പമില്ലാന്ന് തോന്നി അത്യാവശ്യം. എനിക്ക് പിന്നെ നീളം വയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ മുടി വെട്ടിക്കളയുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് നീളം വയ്ക്കുന്ന ഇഷ്ടമില്ല. പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പാടപ്പം അത്യാവശ്യം കട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതായിട്ടല്ല. എനിക്ക് ഒരുപാട് മുടിക്ക് നീളം വയ്ക്കുന്നതിനോടും താല്പര്യമില്ല. കാരണം പിന്നെ അത് ഉണക്കാൻ വേറെ പാടാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ അങ്ങനെ ഇത് നോക്കാറില്ല. എങ്കിലും ഇത് വെച്ച് എനിക്ക് മുടി പൊഴിയുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് റോസ്മേരി യൂസ് ചെയ്തിട്ടുണ്ടോ? അധികം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് ആ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് വന്നതുകൊണ്ടാട്ടോ ഞാനത് വേണ്ടാന്ന് വെച്ചത്. അപ്പം എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കോക്കനട്ട് ഓയിലൂടെ ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഈ റോസ്മേരി കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കും. മുഴുവൻ്റെ ഒരു കാര്യമാണ്, കുറച്ചിട്ട് വെച്ചാൽ മതി. ഞാനതും കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ. ഒരു ഏകദേശം പകുതി വെച്ചിട്ട് ഞാനിതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് എനിക്ക് ഉണ്ടോ ഈ ഒരു അളവിൽ കട്ട് ചെയ്ത് ജസ്റ്റ് അങ്ങ് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് വേറെ ഇത് വന്നോളും. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് എണ്ണ കാച്ചിയെടുക്കാം. ഇതുണ്ടോ ഇത് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പാകം ഞാൻ കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് ഒരു ക്രിസ്പി പോലെയാകും. അതാണ് ഞാൻ ഏതെണ്ണ കാച്ചുമ്പോഴും അതിൻ്റെ ഒരു പാകമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എണ്ണയുടെ കളർ ഒരു ഗ്രീനിഷ് കളറായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നല്ല തിളച്ച് വരുന്നുണ്ട്. നമ്മൾ തീയെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാം കേട്ടോ. ഈ റോസ്മേരി നന്നായിട്ട് എണ്ണ തിളച്ച് വരുമ്പോണ്ടല്ലോ നല്ല സ്മെല്ലാണ് കേട്ടോ. റോസ്മേരി ലീഫിന് നല്ല സ്മെല്ലാണ്. മീൻസ് ഡ്രൈ ആണെങ്കിലും നല്ല സ്മെല്ലാണ് ആദ്യം. പക്ഷെ ഇത് വെള്ളമായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ആ ഒരു സ്മെല്ല് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്. ഇപ്പം നല്ല ലോ ഫ്ലെയിമിലിട്ടാട്ടോ ഇത് വെച്ചേക്കുന്നത്. ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയുടെയൊക്കെ കളർ മാറി നല്ല ഒരു ക്രിസ്പി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് നോട്ടെന്ന് വിചാരിച്ചു. അപ്പം എന്നിട്ടത് മാറിയതിന് ശേഷം ഞാൻ പകർത്തിയതിൻ്റെ എണ്ണയുടെ കളർ മാറിയതുണ്ടോ, ഇത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ റോസ്മേരി ലീഫ് വെച്ചിട്ട് എണ്ണ കാച്ചുന്നത്. അത് തന്നെ റോസ്മേരി ഓയിൽ ഇപ്പോൾ റെഡിയായി.